അങ്ങനെ കാത്തിരുന്ന് RRB നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. 10,000 വേക്കൻസിയുമായിട്ടാണ് RRB നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇന്ത്യ മുഴുവനുള്ള 43 റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. അപ്പോൾ 10,000-ൽ ഒരാളാവാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. 2024 ഒരു ബാങ്ക് ജോലി സ്വപ്നം കണ്ടിരിക്കുന്ന, അല്ലെ അതിനുവേണ്ടി പ്രയത്നിച്ചു തുടങ്ങിയവർ, അതിനുവേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങാൻ പോകുന്നവർ, നിങ്ങൾക്കൊക്കെ മുന്നിലേക്ക് ആദ്യം എത്തിയിരിക്കുന്ന എക്സാം നമ്മുടെ RRB എക്സാം ആണ്. RRB എക്സാം കണ്ടക്ട് ചെയ്യുന്ന IBPS ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ആണ് നമ്മുടെ RRB എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 2024 ജനുവരിയിൽ തന്നെ നമ്മുടെ എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിരുന്നു. അതുപ്രകാരമുള്ള ആദ്യത്തെ പരീക്ഷയാണ് RRB. കൃത്യം ജൂണിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞ് ജൂണിൽ തന്നെ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബാങ്ക് എത്ര പ്രീ പ്ലാൻഡ് ആണെന്ന്. നമ്മൾ ചിലപ്പോൾ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി അത്ര അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. പക്ഷെ ബാങ്ക് എന്താ മുൻകൂട്ടി നമുക്കൊരു വാക്ക് തന്നു, അത് അവർ പാലിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ റോളാണ് ബാക്കി. ഓക്കെ, നമുക്ക് ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇങ്ങനെ ഒരു സ്ക്രീൻ കാണുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ജനുവരി 2025 എന്നുള്ള ദിവസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഇത്രയും കഷ്ടപ്പാടിനൊക്കെ ശേഷം, നമ്മുടെ ഈ സ്വപ്നങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ നേടിയെടുക്കുന്ന ദിവസമാണ് ഈ ജനുവരി 2025. നമ്മുടെ അച്ഛൻ, അമ്മ, അല്ലെ വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളെ ഓർത്ത് അഭിമാനിക്കുന്ന ദിവസമാണ് ഈ ജനുവരി 2025. ഈ ദിവസം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണം, ഉറപ്പായിട്ടും നേടിയിരിക്കണം. ഈ ദിവസം നിങ്ങൾ ഒരു ബാങ്ക് ജോലി നേടിയിരിക്കണം. പക്ഷേ ഈ ഡേറ്റ് മറക്കണ്ട. ജൂൺ 7 മുതൽ ജൂൺ 27 വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ്. ഒരിക്കലും നിങ്ങൾ 27 വരെ അല്ലെങ്കിൽ അവസാന സമയങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് നിങ്ങൾ മാറ്റി വെക്കരുത്. കാരണം എന്താണ്, ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാം ആണ്. ആപ്ലിക്കേഷൻ്റെ എണ്ണം പരമാവധി കൂടുതലായിരിക്കും. അതുകൊണ്ട് സൈറ്റ് ബിസി ആവുക, അങ്ങനെയുള്ള കുറേ ടെക്നിക്കൽ എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ മറ്റ് കോമ്പറ്റീവ് എക്സാംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാങ്കിന്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു ഐഡിയ നമുക്കുണ്ട്. നമുക്ക് എന്ന് പരീക്ഷ തുടങ്ങും, പ്രിലിംസ് എന്നാണ്, മെയിൻസ് എന്നാണ്, ഇന്റർവ്യൂ എന്നാണ്, ഫൈനൽ നമ്മൾ അപ്പോയിന്റഡ് ആവുന്ന ഡേറ്റ് എന്നാണ് എന്ന് വരെ കൃത്യമായിട്ട് ബാങ്ക് പറയും. അതാണ് ബാങ്ക് എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവരൊരു പ്ലാനിങ്ങിലാണ് പോകുന്നത്, അല്ലേ? ഈ ഒരു പ്ലാനിങ് നമ്മുടെ ഒരു പഠനത്തിൽ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളൊരു ബാങ്ക് ജോലി അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ആയിരിക്കും. നോക്കി, ഇതിൽ തന്നെ പറഞ്ഞു നോട്ടിഫിക്കേഷൻ തുടങ്ങുന്ന ദിവസം എന്നാണ് കഴിയുന്നത്. നോക്കി, ഇങ്ങോട്ട് വരുമ്പോൾ എക്സാം ഡേറ്റുകൾ വരെ നമ്മളോട് പറഞ്ഞായിരുന്നു. അവസാനം നമുക്ക് ജോലി അല്ലെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിലേക്ക് എത്തിച്ചേരുന്ന ദിവസം വരെ അവർ നമ്മളോട് മുന്നിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നോക്കാം. ഒന്ന്, ഓഫീസ് അസിസ്റ്റന്റ്. നമ്മൾ സാധാരണ പോലെ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷ. ഓഫീസർ സ്കെയിൽ 1 അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കുള്ള വേക്കൻസി. അതുപോലെ തന്നെ സ്കെയിൽ 2, സ്കെയിൽ 3 കാറ്റഗറിയും ഉണ്ട്. സ്കെയിൽ 2 എന്ന് പറഞ്ഞാൽ മാനേജർ പോസ്റ്റ് ആണ്. സ്കെയിൽ 3 എന്ന് പറഞ്ഞാൽ സീനിയർ മാനേജർ ആണ്. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സെപ്പറേറ്റ് ക്വാളിഫിക്കേഷൻ പലപ്പോഴും സ്കെയിൽ 2-ലൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഫീൽഡ് ഓഫ് സ്റ്റഡി സെപ്പറേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബാങ്ക് ആസ്പിറന്റിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പരീക്ഷ ക്ലർക്ക്, PO. ഈ രണ്ട് എക്സാം ആയിരിക്കും കൂടുതൽ ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന എക്സാംസ്. ഈ രണ്ട് എക്സാം അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയാൻ നമുക്കൊരു ഏതെങ്കിലും ഒരു ഡിഗ്രി, അതിന്റെ ഒരു പെർസെന്റേജ് വെച്ച് ഡിഗ്രി പാസ് ആവുക എന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഇപ്പൊ പലരുടെ ഒരു സംശയമാണ്, ഇന്ന BCom പഠിച്ചവർക്ക് മാത്രമേ ബാങ്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയില്ല, ഏത് ഗ്രാജുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ ഏതൊക്കെ ഡേറ്റുകളിലാണ് എക്സാം നടക്കുന്നത് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 3, 4, 10, 17 തീയതികളിലായിട്ടാണ് നമ്മുടെ ക്ലർക്കിന്റെ പ്രിലിമിനറി എക്സാം നടക്കുന്നത്. ഓഗസ്റ്റ് 18-നാണ് നമ്മുടെ സ്കെയിൽ 1 ഓഫീസറിന്റെ പ്രിലിംസ് എക്സാം നടക്കുന്നത്. അതായത് ഒരു ഓഗസ്റ്റ് 1st, 2nd വീക്കുകളായിട്ട് നമുക്ക് എക്സാംസ് പ്രതീക്ഷിക്കാം. പിന്നീട് സ്കെയിൽ 2, സ്കെയിൽ 3 വരുന്നത് സെപ്റ്റംബർ മാസം 29 തീയതിയാണ് അതിന്റെ എക്സാം നടക്കുന്നത്. അതുപോലെ നമ്മുടെ ഓഫീസർ സ്കെയിൽ 1 മെയിൻസ് നടക്കുന്നത് സെപ്റ്റംബർ 29 തീയതി തന്നെയാണ്. ക്ലറിക്കൽ പോസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള മെയിൻസ് നടക്കുന്നത് ഒക്ടോബർ മാസം 6 തീയതിയാണ്. ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. മെയിൻസും അല്ലെങ്കിൽ പ്രിലിംസും മെയിൻസിന്റെ എല്ലാം ഡേറ്റ് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എക്സാം ഡേറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിളും സെറ്റ് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ സെലക്ഷൻ നടത്തുന്ന ബാങ്കുകളുടെ ലിസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. 43 RRBs ആണുള്ളത്. നമ്മുടേത് വരുമ്പോൾ ഏതാ? കേരള ഗ്രാമീൺ ബാങ്ക്. അതെ, നമ്മുടെ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആയ മലയാളം അറിയണം. അങ്ങനെ ഓരോ ബാങ്കിലും ഉണ്ട്, അല്ലേ? ഇപ്പൊ നമ്മൾ കർണാടകയിലാണെങ്കിൽ കന്നഡ അറിയണം. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഏതാണോ അതനുസരിച്ച് ലാംഗ്വേജിൽ നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി നമുക്ക് ഓരോ പോസ്റ്റിലേക്കുമുള്ള ഏജ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം വരുന്നത് നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റ് ആണ്. അവരുടെ ഏജ് ലിമിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 18 to 28 ഇയേഴ്സ് ആണ്. 18 തൊട്ട് 28 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഓഫീസ് അസിസ്റ്റന്റ് എഴുതാൻ പറ്റുന്നത്. ഓഫീസ് സ്കെയിൽ 1 ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ. സ്കെയിൽ 2 ആണെങ്കിൽ 21 തൊട്ട് 32 വരെ. സ്കെയിൽ 3 ആണെങ്കിൽ 21 മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ സ്കെയിൽ 2-നും സ്കെയിൽ 3-ക്കും കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഏജ് റിലാക്സേഷൻ കാര്യം നോക്കാം. അപ്പോൾ SC/ST ആണെങ്കിൽ അല്ലെങ്കിൽ SC/ST കാറ്റഗറിയിൽ 5 ഇയേഴ്സ് ആണ് റിലാക്സേഷൻ വരുന്നത്. അതായത് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആൾക്ക്
33 ഇയേഴ്സ് വരെ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്കെയിൽ 1 അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ആണെങ്കിൽ അവർക്ക് 35 വരെ SC/ST കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBCക്ക് 3 വർഷവും പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ് കാറ്റഗറീസ് ഉള്ളവർക്ക് എന്താണ് 10 വർഷവും റിലാക്സേഷൻ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ OBC കാറ്റഗറിയിൽ ഒരാൾ ഈ പറഞ്ഞ പോലെ PWBD അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി എന്ന കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 13 വർഷം റിലാക്സേഷൻ കിട്ടും. ഇനി നമുക്ക് RRBയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, മറ്റുള്ള ബാങ്ക് എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ RRBക്ക് പ്രിലിംസ് ലെവലിൽ ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2 സബ്ജക്റ്റിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും. അതുപോലെ തന്നെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ 80ലാണ് ടോട്ടൽ സ്കോർ വരുന്നത്. 40 ക്വസ്റ്റ്യൻ വീതമാണ്. റീസണിങ്ങിന് 40 ക്വസ്റ്റ്യൻ, QA അല്ലെ ന്യൂമറിക്കൽ എബിലിറ്റിക്ക് 40 ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടൽ 80 മാർക്സിലാണ് വരുന്നത്. RRBയുടെ ഏറ്റവും വലിയ പ്രത്യേകത കോമ്പോസിറ്റ് ടൈം ഓഫ് 45 മിനിറ്റ്സ് എന്നാണ് പറയുന്നത്. വെച്ചാൽ സെഷണൽ ടൈമിംഗ് അല്ല. സെഷൻ ടൈം എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് എക്സാമിന്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് ഓരോ സബ്ജക്റ്റും ഓരോ സെഷൻ ടൈം ഉണ്ട്. നമുക്ക് ആ സമയത്തിൽ മാത്രമേ നമുക്ക് ആ സബ്ജക്ട് ചെയ്യാൻ പറ്റൂ. എന്നാൽ RRB എക്സാമിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്താണ്, നമുക്ക് ഇപ്പൊ റീസണിങ്ങിന്റെ ക്വസ്റ്റൻ നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം കൊടുത്തിട്ട് QAയുടെ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായതുകൊണ്ട് കട്ട് ഓഫും കുറച്ച് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ ചാൻസ് ഉള്ള എക്സാമും RRB തന്നെയാണ് കേട്ടോ. അങ്ങനെ പ്രിലിംസ് ഒക്കെ കഴിഞ്ഞു, ഇനി അടുത്ത എന്താണ്, മെയിൻസ് ആണ്. അപ്പൊ നമുക്ക് മെയിൻസിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നടക്കുന്ന സംഭവമാണ്. പ്രിലിംസിന്റെ റിസൾട്ട് കഴിഞ്ഞാൽ 20 ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെയിൻസിന്റെ പരീക്ഷ വരാനുള്ള സാധ്യതയുണ്ട്. അതിനർത്ഥം എന്താണ്, നമ്മൾ ഈ ഒരു 20 ഡേയ്സ് എന്തിനു വേണ്ടി മാറ്റി വെക്കണം, റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ആദ്യം തൊട്ട് തന്നെ നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൂടെ തുടങ്ങിയിരിക്കണം. നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് നോക്കാം. റീസണിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി, പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആണ്, 200 മാർക്കിന്റെയാണ്. അവിടെ എന്താണ്, കോമ്പോസിറ്റ് ടൈം ഓഫ് 2 hours ആണ്. നമുക്ക് എന്താണ്, സെഷണൽ ടൈമിംഗ് ഇല്ല. 2 മണിക്കൂറാണ് നമ്മുടെ മെയിൻസിന് നമുക്ക് കിട്ടുന്ന ടൈം. ഇനി നമുക്ക് എക്സാം ഫീസ് എത്രയൊക്കെയാണെന്ന് നോക്കാം. 175 രൂപയാണ് SC/ST PWBD കാറ്റഗറിയിലുള്ളവർക്കുള്ള എക്സാമിനേഷൻ ഫീ. മറ്റുള്ളവർക്ക് 850. അതായത് നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റ് സ്കെയിൽ 1, 2, 3 എല്ലാവർക്കും ഈ ഒരു ഒറ്റ എക്സാമിനേഷൻ ഫീ തന്നെയാണ് വരുന്നത്. ഇനിയാണ് സാലറി. നമ്മൾ ഏത് ആപ്ലിക്കേഷൻ വന്നാലും അല്ലെങ്കിൽ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും നമ്മൾ ആദ്യം അറിയേണ്ട കേസ് എന്താണ്, എത്ര രൂപ സാലറി. നമുക്ക് നോക്കാം സാലറി എങ്ങനെയാണ്. ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിൽ 60,000 മുതൽ 61,000 രൂപയാണ് സാലറി സ്കെയിൽ പറയുന്നത്. സ്കെയിൽ 2 ആണെങ്കിൽ 75,000 മുതൽ 77,000 വരെ. സ്കെയിൽ 3 ആണെങ്കിൽ 80,000 to 90,000 വരെ. ഓഫീസ് അസിസ്റ്റന്റ് ആണെങ്കിൽ 35 to 37, 35,000 തൊട്ട് 37,000 വരെയാണ് ഓഫീസ് അസിസ്റ്റന്റ് കിട്ടുന്ന സാലറി. അതിലൊരു ബേസിക് ഡിഗ്രി ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നമ്മുടെ ക്ലർക്ക് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സ്കെയിൽ 1. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തെ കോച്ചിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ സാലറിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത്. അതെ, അതായത് നമ്മൾ ഇത് ബേസിക് ആണ് പറയുന്നത്. 61,000 രൂപ വരെ എന്താണ് ഒരു ഗ്രാജുവേറ്റ് ആയ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 6 മാസത്തെ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു 6 മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറിയാണ് ഈ ഒരു 61,000 വരെ അല്ലേ. അപ്പൊ ഈ റീജിയൻ റൂറൽ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഹോം ടൗണിൽ തന്നെ പ്ലേസ്ഡ് ആവാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു ബാങ്കിങ് മേഖലയാണ് റീജിയൻ റൂറൽ ബാങ്ക്. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് ജോലിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കുക ഏതെങ്കിലും ഒരു ബാങ്ക് ജോലി എന്നല്ല. നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കണം ഇന്ന ബാങ്കിൽ തന്നെ നമുക്ക് ജോലി കിട്ടണമെന്ന്. അങ്ങനെയുള്ള നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് RRB അല്ലെങ്കിൽ കേരള ഗ്രാമീണ ബാങ്കിൽ ഒരു ജോലി അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ ഇനി മടിച്ചിരിക്കേണ്ട, ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക, തയ്യാറെടുപ്പുകൾ തുടങ്ങുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ജോലി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് പകുതി അല്ലേ. പക്ഷേങ്കിൽ അങ്ങനെ ഇന്ന ബാങ്കിൽ തന്നെ നമുക്കൊരു ജോലി വേണം എന്ന് ലക്ഷ്യമിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അവസരമാണ് RRB നോട്ടിഫിക്കേഷൻ. അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും കൂടെ എടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഒരു ബാങ്ക് ജോലി RRB തന്നെ ഒരു ജോലി കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു.